മോർണിംഗ് റിപ്പോർട്ടറിൽ ഇനി അതിഥികളുടെ സമയമാണ്. ലോക്ക്ഡൌണിൽ പ്രമുഖ താരങ്ങളുടെ കൂട്ടുകെട്ടിൽ ഇടുക്കിയിൽ നിന്നും ഒരു വെബ് സീരീസ്. ഹൊറർ സസ്പെൻസ് മോഡിൽ ചിത്രീകരിച്ചിരിക്കുന്ന സൈലന്റ് ലേക്ക് എന്ന വെബ് സീരീസിന്റെ റിലീസ് കഴിഞ്ഞ ദിവസമാണ് നടന്നത്. പ്രമുഖ സീരിയൽ സിനിമാ താരങ്ങളുടെ പേജുകളിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തിയ ആദ്യ എപ്പിസോഡിന് വലിയ സ്വീകരണമാണ് ലഭിച്ചത്. ആദ്യം ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ദൃശ്യങ്ങളിലേക്ക്. അപ്പോൾ സൈലന്റ് ലേക്കിന്റെ സംവിധായകൻ ബിനുവും ഒപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നൂബിൻ ജോണിയുമാണ് നമുക്കൊപ്പം ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കും നമസ്കാരം. വെബ് സീരീസ് കണ്ടു, ആദ്യ എപ്പിസോഡ് തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീമിലേക്ക് എത്തിപ്പെട്ടത്? തീമിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും ഞങ്ങള് കൂട്ടുകാരനാണ് കൂടി ചുമ്മാ ഇങ്ങനെ ഇവിടെ ഉള്ളപ്പം നമ്മളിവിടെ കറങ്ങാനൊക്കെ പോകുമായിരുന്നു. ഒരു ദിവസം ചുമ്മാ ഒരാളിങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒളിച്ചിരിക്കും. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കുറെ നാളുകൾക്ക് മുമ്പാണ്. അപ്പം അന്ന് അതൊരു നമുക്ക് ഞങ്ങൾ ഇങ്ങനെ പിന്നെ വരുവായത്. അങ്ങനെ പിന്നെ നമ്മളത് ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ അത് ഡെവലപ്പ് ചെയ്താണ് പിന്നെ നമ്മളൊരു വെബ് സീരീസ് മോഡിലേക്ക് ഇതിനെ കൊണ്ടുവന്നത്. ഈ നൂബിൻ, ഈ ഇങ്ങനെ ഒരു വെബ് സീരീസ് അഭിനയിച്ചപ്പോ എന്ത് തോന്നി മനസ്സിൽ? വെബ് സീരീസ് അഭിനയിച്ചപ്പോ ആദ്യം തന്നെ ഇതിന്റെ ഡയറക്ടറും ക്യാമറമാനും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അപ്പം എനിക്ക് നമ്മുടെ വേറെ ഒരു ലൊക്കേഷനിൽ പോയാൽ നമുക്ക് ഇത്ര ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാൻ പറ്റുന്ന ഒരു വർക്കായിരുന്നു ഇത്. അപ്പം എനിക്ക് എന്തുകൊണ്ടും ഒരു കംഫർട്ട് ആയിട്ടുള്ളൊരു ഇതായിരുന്നു നമ്മുടെ ഈ വെബ് സീരീസ് ചെയ്തപ്പോൾ. ഈ സൈലന്റ് ലേക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ബിനു സൈലന്റ് ലേക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്? എന്താണ്? ആകെ ഒരു സസ്പെൻസ് ത്രില്ലർ ആണ് വെബ് സീരീസ്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ട് എടുത്തു ചെയ്യാൻ? സൈലന്റ് ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേക്കിന്റെ തീരത്തുള്ള ആളൊഴിഞ്ഞൊരു പ്രദേശം. അപ്പം അവിടെ ഉണ്ടാകുന്ന ചെറിയൊരു എന്താ പറയുന്ന ഒരു ശക്തി, ഒരു മാൻ, ഒരു എന്താ പറയുന്ന ഇപ്പൊ നമ്മൾ എന്താ പറയുന്ന ഒരു അമാനുഷിക ശക്തിയുള്ള ഒരാളെന്ന് പറയില്ലേ. അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു അപ്പൊ നമ്മൾ ശരിക്കും ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമ്മൾ ആദ്യം ഫസ്റ്റ് എപ്പിസോഡിൽ ആളുടെ ഇൻട്രോ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വരുന്ന എപ്പിസോഡുകളിൽ ആ ആൾ എങ്ങനത്തെ ആളാണെന്ന് കാണിക്കുന്ന കുറച്ച് സീക്വൻസുകൾ ഉണ്ടാവും. അപ്പം ആ ലേക്കും അതിനായിട്ട് ചുറ്റിപ്പെട്ട കുറെ സംഭവങ്ങൾ. അപ്പൊ നമ്മള് വർക്കിനകത്ത് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പറയുന്നുണ്ട് അവിടെ മനുഷ്യരാരും ഇല്ല, അവിടെ ഉള്ളതെല്ലാം ചെറിയ ചെറിയ ആനിമൽസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്തൊരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ അതാണ് അതിലേക്കും അതിനോട് ചേർന്നുള്ള കാടിന്റെ കഥ ഇനി മുന്നോട്ട് പോകുന്നു. പക്ഷേ നമ്മളൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ അതല്ല നമ്മൾ ബിനു, നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ സാധാരണ രീതിയിൽ വെബ് സീരീസ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ തമാശ അല്ലെങ്കിൽ പ്രണയം അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷേ ബിനുവിന്റെ സൈഡിൽ നിന്ന് ബിനു സെലക്ട് ചെയ്തിരിക്കുന്നത് ഒരു സസ്പെൻസ് ത്രില്ലർ ഹൊറർ പോലൊരു സംഭവമാണ് ബിനു സെലക്ട് ചെയ്തത്. ആ ഒരു തീം പണ്ട് മുതലേ അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണോ ബിനു? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാനൊത്തിരി റൊമാൻറ്റിക് സബ്ജക്റ്റിനെയും അതുപോലെ തന്നെ കോമഡി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ 2-3 പ്രാവശ്യം സ്റ്റേറ്റില് ബെസ്റ്റ് മിമിക്രി ആർട്ടിസ്റ്റിനുള്ള പ്രൈസ് ഒക്കെ മേടിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ എന്താണ് ഹൊററിലേക്ക് തിരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ക്യാൻസറേ ഉള്ളൂ. കാരണം ഇപ്പൊ ഇഷ്ടം പോലെ വെബ് സീരീസും ഷോർട്ട് മൂവീസും ഒക്കെ ഒരുപാട് വർക്ക് ഉണ്ട്. അതെല്ലാം തികച്ചും എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ കോമഡിയും അതുപോലെ അങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്താൽ മാത്രമേ ഇൻഡസ്ട്രിയിൽ നമുക്കൊന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഐഡിയ തോന്നിയതുകൊണ്ടാണ് നമുക്ക് ഈ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സൈലന്റ് ലേക്കാന്ന് തോന്നുന്നു മോഡിലുള്ള
അപ്പം അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് തിരിഞ്ഞ്, കാരണം ത്രില്ലർ ചെയ്യുമ്പോൾ റിസ്ക് ആണ്, അതിന്റെ ആൾക്കാരെ അതുപോലെ ഹോൾഡ് ചെയ്യാനുള്ള റിസ്ക് എടുക്കണം. അപ്പം അതുപോലെ ആ റിസ്ക് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലേക്ക് തിരിഞ്ഞത്. കാരണം നമുക്ക് ഒരു പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഒരു പുതിയ സംഭവം കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ ഒരു തീമിലാണ് സൈലന്റിലേക്ക് ഒരു ത്രില്ലർ നമ്മൾ പ്ലാൻ ചെയ്തത്. ത്രില്ലർ സബ്ജക്ട് എടുത്ത് ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് എത്തി. നൂബിനെ സംബന്ധിച്ച് നമുക്കറിയാം, സീരിയൽ രംഗത്തൊക്കെ സജീവമായ ഒരു വ്യക്തിയാണ്. അഭിനയം പഠിപ്പിച്ചു തരേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ഈ ഒരു വെബ് സീരീസിൽ അഭിനയിച്ചതിന് ശേഷം എന്തൊക്കെയാണ് മനസ്സിൽ വന്നത്? ഇനിയും നന്നാക്കണമെന്ന് തോന്നിയോ, അല്ലെങ്കിൽ ഈ ഒരു അഭിനയം കറക്റ്റ് ആണ് എന്നൊരു ചിന്തയാണോ മനസ്സിലുള്ളത്? അഭിനയം ഉറപ്പായിട്ട് നമുക്ക് ഇനിയും പഠിച്ചോണ്ടിരിക്കണല്ലോ. ഒരിക്കലും നമ്മളത് കറക്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് മൂവ്മെന്റ് ഒന്നുമല്ല. നമുക്ക് ഓരോ ആൾക്കാരെ എടുത്ത് കഴിയുമ്പോൾ അവര് അവരുടേതായ രീതിക്ക് പറയും ഇതിങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പൊ സീരിയലിലാണെങ്കിൽ പോലും നമ്മൾ ഏത് സീൻ ചെയ്ത് കഴിഞ്ഞാലും സാറിന്റേതായ ഒരു സജഷൻ പറയും. അപ്പൊ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യണം. അപ്പൊ ബിനു ആണെങ്കിൽ പോലും അവൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയും, എടാ ഇതിങ്ങനെ ചെയ്യണം. അപ്പം എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ റീടേക്ക് എടുത്തിട്ട് വീണ്ടും അങ്ങനെ പറയാം. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല. അടുത്ത എപ്പിസോഡ് വരുമ്പോൾ ഇനിയും ഇതിലും നല്ലപോലെ എനിക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം എന്നെ കൊണ്ട് ശ്രമിക്കും അഭിനയിക്കാൻ. ഇനി ഇതിലും നല്ലപോലെ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നല്ലപോലെ ഞാൻ നോക്കും. എന്തായാലും ഈ വെബ് സീരീസ് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മുഖമാണ് നൂബിൻ്റെത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഈ കൂട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങൾ എന്തായിരുന്നു നൂബിന് കിട്ടിയത്? കൂട്ടുകാരുടെ ഇത് നമ്മുടെ ഇത് റിലീസ് ചെയ്തത് നമ്മളോട് തന്നെയുള്ള വേറെ സീരിയലിലുള്ള പല ആൾക്കാരുമാണ് റിലീസ് ചെയ്തത് കൂടുതലും. അപ്പൊ അവരെല്ലാം കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അവരെന്നോട് ചോദിച്ചു, എടാ ഇതിൽ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നീ ഡയറക്ടറോട് പറയണം, അവർക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നല്ല പ്രതികരണം അവരുടെ എല്ലാവരുടെ എടുക്കുന്നത്. ബിനു, ഇതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം, ലൊക്കേഷൻ മുഴുവൻ ഇടുക്കി മാത്രമാണ്, പുറത്തേക്ക് വേറെ എങ്ങും പോയിട്ടില്ല. ഈ ക്യാമറ വർക്കും അതിഗംഭീരമായിട്ടാണ് ഈ ഒരു വെബ് സീരീസിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ക്യാമറാമാൻ്റെ കഴിവാണ്. ഈ ലൊക്കേഷനെ ഇത്രമാത്രം ഭംഗിയായി കാണിക്കണമെങ്കിൽ അതൊരു ക്യാമറാമാൻ്റെ കഴിവ് അതിനകത്തുണ്ട്. ആരാണ് ഈ ക്യാമറയൊക്കെ ചെയ്തു തന്നത്? എന്തൊക്കെ ഐഡിയാസ് ആണ് നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ശരി, അപ്പം ഇതിനകത്തൊരു വലിയ ടീം വർക്ക് തന്നെയുണ്ട്. അപ്പം ഞങ്ങൾ കോവിഡ് സമയത്ത് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ കലയും എഴുത്തും അഭിനയം ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റത്തില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പം അവരെന്തെങ്കിലും എഴുത്തുകാരാണ് എഴുതിക്കൊണ്ടിരിക്കും, നമ്മളാണെങ്കിൽ മൂവ് ചെയ്യാൻ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഇതിനെപ്പറ്റി ഒരു കീപ്പ് ഓൺ ടച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം എപ്പോഴും ഉണ്ടാവും. അപ്പം സൈലന്റ് ലേക്കിന്റെ ഫസ്റ്റ് ഇതിന്റെ ത്രെഡ് ഞാൻ പ്ലാൻ ചെയ്യുന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ ക്യാമറമാൻ. പുള്ളി സിനിമാറ്റോഗ്രാഫറാണ്, 2-3 സിനിമയൊക്കെ ചെയ്ത ആളാണ്. അരുൺകുമാർ എന്നാണ് ആളുടെ പേര്. അപ്പൊ ആള് ഞാനിവിടെ തൃശ്ശൂരിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇരുട്ട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഞങ്ങളൊരു മൂവി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അസോസിയേറ്റ് ക്യാമറമാനായിട്ട് അതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ മൂവിയുടെ ലൊക്കേഷൻ ത്രെഡിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പം പുള്ളി അന്ന് നമ്മൾ ലൊക്കേഷൻ തീരുമാനിച്ചപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള ഏരിയയിൽ, കാരണം കോവിഡിന്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി ദൂരെ പോയി പുറത്തുനിന്ന് ഒത്തിരി ആർട്ടിസ്റ്റുകളെ ഒന്നും കൊണ്ടൊന്നും ചെയ്യാനുള്ള ഇതില്ല. ലിമിറ്റഡ് ആർട്ടിസ്റ്റുകളിൽ എത്രയും ഹെവി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ആലോചിച്ചത്. അപ്പൊ ആദ്യം ഉറപ്പായിട്ടും ഇതിന്റെ ക്യാമറമാനുമായിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ക്യാമറമാന്റെ വലിയൊരു സപ്പോർട്ടുണ്ട്. ഇതിന്റെ ഏരിയൽ വിഷ്വൽസ് എല്ലാം എടുത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഡ്രോണിലുള്ള വിഷ്വൽസ് എല്ലാം, അല്ലാത്ത വിഷ്വൽസ് എല്ലാം എടുത്തിരിക്കുന്നത് അരുൺ എന്ന് പറയുന്ന ഫ്രണ്ടാണ്. പിന്നെ ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്റെ ബിജിയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. ബിജിയും അതുപോലെ ആ പാട്ട് നമ്മൾ വർക്കിനകത്തൊരു പാട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ഇംഗ്ലീഷ് സോങ്. അതും അതിന്റെ ബിജിയും ചെയ്തിരിക്കുന്ന ആൽബിൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ്. അപ്പൊ ആൽബിൻ ബേസിക് മ്യൂസിക് പഠിക്കാതെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. പുള്ളിനെ അപ്പൊ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര ഞങ്ങളെല്ലാം വണ്ടർ ആയിരിക്കുന്ന ഒരാളാണ്. അപ്പം ബിജിഎം എന്ന് പറയുന്ന ആളാണ്. അതുപോലെ എൻ്റെ എഡിറ്റിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്ത ലിബിൻ എന്ന് പറയുന്ന ഫ്രണ്ടാണ്. ലിബിനും നല്ലൊരു എഡിറ്റിംഗ്. അതുപോലെ ഇതിന്റെ ഞങ്ങൾക്കൊരു ബാക്ക്ബോൺ പിന്തുണ തന്നേക്കുന്നത് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ തന്നെയാട്ടോ. നാട്ടുകാരും ഫ്രണ്ട്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് പറയാം. അതുപോലെ ഇതിന്റെ റിലീസിങ് മറ്റു കാര്യങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടായാലും അവർ ഭയങ്കര, നമ്മുടെ ഞങ്ങൾ രാജക്കാട് നിവാസികളാണ് ഇടുക്കിയിലെ, ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ നമ്മുടെ മൂവി ഡയറക്ടർ ഷോജി സെബാസ്റ്റ്യൻ ഒരു എന്താ പറയുന്നത് ഭയങ്കരമായിട്ടും സപ്പോർട്ട് ചെയ്ത ഒരു ആളാണ് അദ്ദേഹം. അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കുറെ ഫീച്ചേഴ്സ് വേണം. അപ്പം അതെല്ലാം
പുള്ളിയുടെ ഒരു പിന്തുണ അതിനകത്തുണ്ടായിരുന്നു. ഇതിനെ ടീം വർക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാവരുടെയും വർക്ക് മികവായ മാത്രമേ ഒരു വർക്ക് നന്നാകത്തുള്ളൂ. അതിനുവേണ്ടി ഒത്തിരി ഫ്രണ്ട്സും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ലിമിറ്റഡ് ടൈമിൽ എല്ലാവരുടെയും പേര് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ബിനു, ഇതിൽ ഇടുക്കി ലൊക്കേഷൻ എടുത്തപ്പോൾ ഇടുക്കിയുടെ സൗന്ദര്യമാണ് നിങ്ങൾ ഈ ഒരു വെബ് സീരീസിലൂടെ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും ഇടുക്കിക്കാരായതുകൊണ്ടാണോ ഇടുക്കി തന്നെ മതിയെന്ന് അങ്ങ് തീരുമാനിച്ചത്? ഇടുക്കി തന്നെ മതിയെന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഫോറസ്റ്റ് ആംബിയൻസിലും ഒരു ലേക്കും അതിനോട് ചേർന്നുള്ള ആളൊഴിഞ്ഞൊരു ഫോറസ്റ്റും ക്ലീൻ ഫോറസ്റ്റ് ആയിരിക്കണം. അതിനകത്ത് മറ്റേ കുപ്പി, പ്ലാസ്റ്റിക് അങ്ങനെയൊന്നും പാടില്ല. അപ്പം ഇപ്പൊ നിങ്ങൾ ഇടുക്കിയിൽ ടൂർ വരുന്നവർക്കൊക്കെ അറിയാം, ഇടുക്കിയുടെ നേരുമംഗലം കഴിഞ്ഞു കഴിഞ്ഞാല് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഫോറസ്റ്റ് ഒക്കെ ഭയങ്കര തൊട്ടടുത്തുള്ള ഏരിയയിലൊക്കെ ആൾക്കാരുകൊണ്ട് വേസ്റ്റിടും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ക്ലീൻ ആയിരിക്കും. സൈലന്റ് ഫോറസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പിന്നെ ഇടുക്കിയുടെ എല്ലാവരും മൂന്നാർ, തേയിലത്തോട്ടം ആ ഒരു ഏരിയയാണ് കൂടുതലും ആൾക്കാർ. ഇടുക്കി എന്ന് പറയുമ്പോൾ തേയിലത്തോട്ടം അങ്ങനെയൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതല്ലാതെ ഇടുക്കിയിലെ എല്ലാ സ്ഥലങ്ങളും ബ്യൂട്ടിഫുൾ ആണ്. ഇടുക്കിയിലെ ഒത്തിരി കോമ്പോണൻസ് നിറഞ്ഞൊരു, അതായത് കുറച്ച് ഏരിയ നിറഞ്ഞൊരു സ്ഥലമാണ് രാജക്കാട് എന്ന് പറയുന്നത്. രാജക്കാടും പരിസരവും കുറെ സ്ഥലങ്ങളുണ്ട്. ഒരു ബൈക്ക് എടുത്തിട്ടൊരു അരമണിക്കൂർ ഒന്ന് കറങ്ങിയാൽ നമ്മളൊരു 5 സ്ഥലം കാണാം. അടിപൊളി അങ്ങനത്തെ ഒരു സ്ഥലമാണ് രാജക്കാട്. അപ്പം നമ്മുടെ സ്ഥലത്തെ കൂടുതലും മനോഹരമാക്കി നമ്മുടെ നാട്ടുകാർക്ക് തന്നെ കാണിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അത് കണ്ടപ്പോൾ തന്നെ എല്ലാരും പറഞ്ഞു രാജക്കാട് ഇത്രയും ഗ്ലാമർ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞു. നൂബിനെ സംബന്ധിച്ച് ബിനു, ഇപ്പോ നൂബിനെ സംബന്ധിച്ചാണെങ്കിൽ ആളൊരു സീരിയൽ താരമാണ്. എങ്ങനെയാണ് ഈ സീരിയൽ രംഗത്തേക്കൊക്കെ കടന്നു വന്നത്? ആദ്യം തന്നെ ഞാൻ മോഡലിംഗിലായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അപ്പം നമ്മുടെ ഈ ഇടുക്കിയിലായതുകൊണ്ട് തന്നെ നമുക്ക് പുതിയതായിട്ട് ഏതെങ്കിലും വർക്കുകളൊക്കെ വരുമ്പോൾ ഭയങ്കര പാടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ എറണാകുളത്ത് കുറെ നാളെ സ്റ്റേ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തില് സ്വാതന്ത്ര്യനക്ഷത്രം ചോദ്യം എന്ന് പറഞ്ഞ ഒരു സീരിയൽ ഓഡിഷന് വേണ്ടി എന്നെ പഠിപ്പിച്ച സാറിന്റെ അനിയനായിരുന്നു. ഷൈജു സുകേഷ് എന്നായിരുന്നു ഡയറക്ടറിന്റെ പേര്. അപ്പം സാറ് അവിടെ ചെന്ന് കുറച്ചു നേരം പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് പറഞ്ഞത് പുള്ളിയുടെ ചേട്ടനാണ് എന്നെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ തന്നെ എനിക്ക് ആദ്യം പോലും ഭയങ്കര ടെൻഷനായിരുന്നു. അവിടെ ചെന്ന് സാറുമായിട്ട് തന്നെ ഒരു പരിചയം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഇതായി. അങ്ങനെയാണ് ഫസ്റ്റ് എനിക്ക് അവിടെ നിന്നാണ് ആ വർക്ക് കിട്ടിയത്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിൽ കുടുംബങ്ങൾക്ക് എന്ന് പറഞ്ഞ സീരിയലുണ്ട്. അതിന്റെ അകത്ത് ഈരാവാസത്തിന്റെ ഇളയ മോനായിട്ടുള്ള ഒരു ക്യാരക്ടർ. ഇപ്പൊ സീരിയലും അതുപോലെ തന്നെ കുറച്ച് മോഡലൊക്കെ ചെയ്താണ് അതിലാണ് മെയിൻ ആയിട്ട്. ഈ മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് ഇനി സിനിമകളൊക്കെ എങ്ങനെയാണ്? ഏതെങ്കിലും ഇറങ്ങാനുള്ള സിനിമകൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് അനൂപിന്? തീർച്ചയായും ഇപ്പം സിനിമ ബിഗ് സ്ക്രീനിലേക്ക് വരണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ മൂവികൾ വന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ എല്ലാം ഒരു ചെറിയ മൂവിയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു നല്ല ഡയറക്ടർ അല്ലെങ്കിൽ നല്ലൊരു നടന്റെ കൂടെ ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അതാദ്യം അങ്ങനെ ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. പിന്നെ തമിഴ് വന്നിട്ടുണ്ട്. അപ്പം അതെന്റെ ഇങ്ങനെ ഓരോ ചർച്ചയിലിരിക്കുന്നത് എല്ലാം ഇങ്ങനെ കൺഫേം ആയിട്ടില്ല. നൂബിൻ, ഇപ്പോൾ ഈ സീരിയൽ രംഗമാണെങ്കിലും എല്ലാം ഒരു സ്തംഭിച്ച് നിൽക്കുകയാണ്. കാരണം ലോക്ക്ഡൗൺ ആണ്, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനാണ്. എങ്ങനെയാണ് ഇപ്പോൾ സീരിയൽ ആക്ടിംഗ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ഒപ്പം തന്നെ എങ്ങനെയാണ് ലൊക്കേഷനിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഏത് തരത്തിലാണ് ഇപ്പോഴും? കഴിഞ്ഞ മാസം 4-ാം തീയതി നിർത്തിയത്. അത് കഴിഞ്ഞ് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ എല്ലാരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഈ ഫീൽഡുമായിട്ട് ജീവിക്കുന്ന കുറെ പേരുണ്ടല്ലോ. അപ്പം എല്ലാവർക്കും കാര്യങ്ങളും വേറെ പ്രത്യേകിച്ച് വരുമാനങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അപ്പം അതിനുവേണ്ടി ഇപ്പൊ എല്ലാരും ഈ ലോക്ക്ഡൌൺ എന്ന് മാറും എന്നുള്ള ഒരു വെയിറ്റിംഗിലാണ്. അവര് നമ്മുടെ കൂടെ അഭിനയിക്കുന്നവരാണെങ്കിൽ പോലും സ്ഥിരം വിളിക്കും, എടാ എന്താണ് അവിടെ പരിപാടി? എല്ലാരും വീട്ടിലിരുന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഒരു ലോക്ക്ഡൌൺ കഴിയാൻ വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. തീർച്ചയായിട്ടും. ബിനു, നമ്മൾ വീണ്ടും വെബ് സീരീസിന്റെ വിശേഷങ്ങളിലേക്ക് കടന്നു വന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാടാണ് കാണിക്കുന്നത്. ഒപ്പം തന്നെ പശ്ചാത്തല സംഗീതങ്ങളെ അനാവശ്യമായിട്ട് ഒഴിവാക്കി കാടിന്റെ ഭംഗിയും ആ ഒരു ശബ്ദങ്ങൾ, ഇപ്പോൾ കിളികളുടെ ശബ്ദം, അത് മാത്രമേ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ.
ഈ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ഇത് മതി എന്ന് എങ്ങനെയാണ് തീരുമാനിച്ചത്? അത് ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് ആണ് സത്യത്തിൽ. ഈ ഒരു വെബ് സീരീസിന്റെ ഒരു പ്ലസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർഡുകളുടെ ആ ശബ്ദം മാത്രം മതി അത് കണ്ടുകൊണ്ടിരിക്കാൻ. എന്താണ് അങ്ങനെ ഒന്നിലേക്ക് തിരിഞ്ഞത്, മറ്റ് സംഗീതങ്ങളൊക്കെ ഒഴിവാക്കിയത്? അത് ഞങ്ങള് കുറെ വർക്കുകൾ മൂവിയിൽ മെയിൻ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ സെക്ഷൻ അല്ലായിരുന്നു, ക്യാമറ സെക്ഷൻ ആണ്. അപ്പൊ ഞങ്ങള് ഒരു വിഷ്വല് കാണുമ്പം അത് എങ്ങനെയാണ് അതിന്റെ ആ വിഷ്വല് കംപ്ലീറ്റ് ആണെങ്കിൽ അതിന് ശബ്ദവും കൂടെ വേണമല്ലോ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ നേച്ചറിൽ ഇറങ്ങി ചെന്ന് കഴിയുമ്പം അവിടെ ആ കിളികളുടെയും ആ അവിടുത്തെ ആ ഒരു ആംബിയൻ സൗണ്ട് ഉണ്ടല്ലോ, അതാണ് ആ സ്ഥലത്തെ സൗണ്ട്. അപ്പൊ അതല്ല നമ്മൾ വേറൊരു ഒരു ബിജിയോ എന്തെങ്കിലും അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റിന്റെ ഫീൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഫോറസ്റ്റിന്റെ ആ നേച്ചർ ഫീലിന് ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ടല്ലോ, അതിനുവേണ്ടി തന്നെ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നെ ഇതിനകത്ത് വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്പോട്ടില് നമ്മൾ ആ റീ റെക്കോർഡിങ് ചെയ്തല്ല ഈ വർക്ക് ചെയ്തത്. അത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടാണ് റീ റെക്കോർഡ് ചെയ്യുന്നത് ഇതിന്റെ ആംബിയൻ സൗണ്ട്. അപ്പം നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഇതിന്റെ BG ഒക്കെ ചെയ്ത ആള് പുള്ളിയുടെ എക്യുപ്മെന്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഈ കാട്ടി വന്നിട്ട് തന്നെ അവിടുത്തെ സൗണ്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ നെറ്റിൽ നിന്ന് എടുത്ത ഒരു സൗണ്ട് പോലും, എല്ലാ ശബ്ദവും ഒറിജിനൽ സൗണ്ട് തന്നെയാണ്, നേച്ചർ സൗണ്ട് ഉൾപ്പെടെ. നേച്ചർക്ക് ആ സ്ഥലത്തെ സൗണ്ട് തന്നെയാണ്. അവിടെ ഒരു പ്രത്യേക ടൈപ്പുള്ള ഒരു കിളിയുണ്ട്, ആ കിളിയുടെ ഒരു കരച്ചിൽ ഇതിനകത്ത് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് ചില സീനുകളിലൊക്കെ. അപ്പം ഈ നേച്ചറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് ഇപ്പൊ ചില ടോണൊക്കെ മാറ്റിയിട്ട് ടോണൊക്കെ, അപ്പം അതാണ് ഇതിന്റെ ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്റെ അടുത്ത് ആദ്യം ഗ്രേഡ് ചെയ്തപ്പോൾ ഈ ട്രെൻഡിനെ പറ്റി സംസാരിച്ചിട്ട് വേറൊരു ടോണിലായിരുന്നു ഇതാക്കി തന്നത്, വേറൊരു ഹൊറർ ടോണിൽ. അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് നേച്ചർ ടോണിൽ തന്നെ മതി, ഗ്രീൻ ടോൺ മതി. നേച്ചറിനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവരും ഈ നമ്മുടെ കഥയിലുള്ള ആർട്ടിസ്റ്റുകളും ആ നേച്ചറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ആ നേച്ചറിനെ ഒരിക്കലും മാറ്റാതെ നേച്ചറിന്റെ സൗണ്ടും നേച്ചറിന്റെ ഭംഗിയും അങ്ങനെ തന്നെ വേണം നിർബന്ധം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ഇട്ടിരിക്കുന്നത്. ബിനു, അതെന്തായാലും ഒരു ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം നമുക്കറിയാം വെബ് സീരീസിന്റെ കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ നേച്ചറിന്റെ സൗണ്ട് അങ്ങനെ തന്നെ കാണിച്ച ഡയറക്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്നൊക്കെയാണ് കമന്റ്സ് കാണുന്നത്. അതാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ബിനുവിനോട് ചോദിച്ചത്. ഇപ്പോൾ എത്ര നാളത്തെ ഷൂട്ടായിരുന്നു ഈ കോവിഡ് കാലത്തെ ഷൂട്ട് എന്ന് പറയുമ്പോൾ? എത്രത്തോളം നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇതൊന്ന് ഷൂട്ട് ചെയ്ത് അതിന്റെ ഒരു ഔട്ട് പുറത്തിറക്കിയത്? അത് ശരിക്കും പറയേണ്ടത് തന്നെയാണ്. കാരണം കോവിഡ് കാലത്ത് നമുക്ക് പുറത്തിറങ്ങി റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി പബ്ലിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും ഒതുങ്ങി ഏറ്റവും ലിമിറ്റഡ് ക്രൂവില് നമ്മൾ ചെയ്യണം. അപ്പൊ ഞങ്ങള് വളരെ ലിമിറ്റഡ് പോവാൻ 10 പേരിൽ താഴെ അടങ്ങുന്ന നാട്ടിൽ പോയിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പം കാടിനകത്ത് ചെറിയ ചെറിയ അട്ടയും അതുപോലെ തന്നെ കുഞ്ഞു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് മാത്രമാണ് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നി. ബാക്കി എന്നാ പറയുന്നത്, ഫുഡ് കൊണ്ടുവരാനും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ നമ്മൾ 1-2 ആൾക്കാരെയൊക്കെ, സാധാരണ പ്രൊഡക്ഷൻ ടീം അല്ലെങ്കിൽ ലൈറ്റ് യൂണിറ്റ് ടീം അല്ലെങ്കിൽ അങ്ങനെ വലിയ ടീം വർക്കാണ് ഒരു വർക്കിന്റെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൂവിലാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഷൂട്ടിംഗ് ടൈം ഞങ്ങൾ 2 ദിവസം ഫുൾ ഡേ കാട്ടില് ഓൾമോസ്റ്റ് സ്പെൻഡ് ചെയ്തു. പിന്നെ പുറത്തുള്ള സീനുകൾ എടുക്കാൻ വേണ്ടി 1 ദിവസം. പിന്നെ നൂബിക്ക് സീരിയലിന്റെ ഡേറ്റ് ആയിരുന്നു, പുള്ളി തിരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ രണ്ടാമത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നപ്പോഴാണ് നമ്മൾ അതിന്റെ പാച്ച് ശകലം എടുത്തത്. അപ്പൊ ഞങ്ങൾക്ക് വലിയൊരു സീൻ തീർക്കാനുണ്ടായിരുന്നു, ഒരു സീക്വൻസ്. ആ സീക്വൻസ് തീർക്കാൻ ഞങ്ങൾക്ക് പറ്റാതെയായി, കുറെ മഴ വന്നു ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴയൊക്കെ മാറിയിട്ടാണ് അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ കുറച്ച് കണ്ടിന്യൂറ്റി പോവാതെ കുറച്ചായിട്ട് ഏകദേശം ഒരു 3-4 മാസത്തിനിടയ്ക്കാണ് അതിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നത്. അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ ഫൂട്ടേജും നമുക്ക് കിട്ടിയത് ഏകദേശം ഒരു 4 മാസ സമയം കൊണ്ടാണ്. നൂബിനെ സംബന്ധിച്ച് ഇനി എപ്പോഴായിരിക്കും നമുക്കൊരു ബിഗ് സ്ക്രീനിലേക്ക് കാണാൻ സാധിക്കുക? ഇനി ബിഗ് സ്ക്രീനിൽ കാണാൻ പോകേണ്ട ആൾ തന്നെയാണ് ഈ മുന്നിലിരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അതിലേക്കൊരു കടന്നുവരവൊക്കെ ഇനി എങ്ങനെയായിരിക്കും? ബിഗ് സ്ക്രീനിൽ നമുക്ക് ആ നൂബിനെ എന്നായിരിക്കും കാണാൻ പറ്റുക? ഞാൻ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ആദ്യം തന്നെ. അപ്പം ഇനിയിപ്പം ബിനു ഒക്കെ ആണെങ്കിൽ പോലും ഇവരൊരു മൂവി ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട്. അത് കൂടാതെ തന്നെ എനിക്ക്
മൂവികൾ വന്നതായിരുന്നു. അപ്പൊ അതെല്ലാം ചെറിയ ചെറിയ മൂവികളായ കാരണമാണ് ഞാൻ അതിലേക്ക് ചെയ്യാത്തത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എല്ലാരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നല്ലൊരു ക്യാരക്ടറാണ്. നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു മിനിറ്റ് ഉള്ളതിലും അത് നമ്മൾ ശ്രദ്ധിക്കണം. അതപ്പം ചെയ്യുമ്പോൾ നല്ലൊരു ഡയറക്ടറിന്റെ കൂടെയും നല്ലൊരു മെയിൻ നടന്മാരുടെ കൂടെയും ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പം ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ ഓരോ ഡയറക്ടർമാരോടും ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഈ എനിക്ക് തന്നെയാണെങ്കിലും ഇപ്പൊ നമ്മൾ ചെയ്ത ഒരു വർക്ക് കാണിക്കുമ്പോൾ സീരിയലിനേക്കാളും കൂടുതൽ നല്ലത് ഇങ്ങനെ വെബ് സീരീസോ അങ്ങനെ ഏതെങ്കിലും ചെയ്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒരു നമ്മുടെ അഭിനയത്തെ പറ്റി കാണിക്കുന്നത്. അല്ലെങ്കിൽ സീരിയലിൽ എല്ലാരും പറയുമ്പോൾ അവൻ സീരിയൽ പാറ്റേണിൽ മാത്രമേ അഭിനയിക്കത്തുള്ളൂ എന്നൊക്കെ ഒരു ഇതുണ്ട്. അപ്പൊ എനിക്ക് ഞാനിങ്ങനെ വേറൊരു പാറ്റേണിലെ സീരിയലുമായിട്ട് ബന്ധമല്ലാതെ വേറെ രീതിക്ക് അഭിനയിക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു വർക്ക് കൂടിയാണ് ഇത്. അപ്പൊ ഞാനൊരു നല്ല ഒരു വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് ഇപ്പൊ. ബിനു, ഇതിൽ ഈ വെബ് സീരീസിന്റെ ഏറ്റവും അവസാനം, അതായത് ഞാൻ കഥ പറയുകയല്ല, എന്തായാലും ആ ഒരു വില്ലൻ ഒരു സസ്പെൻസ് ആണ് ഇതിനകത്ത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്കത് പ്രതീക്ഷിക്കാവോ? എന്നായിരിക്കും അത് കാണാൻ സാധിക്കുക അടുത്ത എപ്പിസോഡ്? അടുത്ത എപ്പിസോഡ് നമ്മള് കുറച്ച് ഷൂട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്തൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം നമുക്കത് നിങ്ങളുടെ റീഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അത് റീഷൂട്ട് ചെയ്തിട്ട് ഇപ്പോഴത്തെ സാഹചര്യം അറിയാലോ, എല്ലാരും വളരെ എന്താ പറയുന്ന പ്രതിസന്ധി നിൽക്കുന്ന ഒരു സമയമാണ്. ഞങ്ങൾ ഉൾപ്പെടെ കലാകാരന്മാരും എല്ലാവരും പ്രതിസന്ധിയിലാണ്. അപ്പൊ നമുക്കിനി ഇനി അടുത്ത എപ്പിസോഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ആളുകളും കൂടെ വേണം. അപ്പം അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ലോക്ക്ഡൌൺ ഏകദേശം ഒന്ന് മാറിയാൽ നമുക്ക് പെട്ടെന്ന് ഒരു 3-4 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർക്കാം. സ്ക്രിപ്റ്റഡ് ആണ്, എല്ലാം സ്ക്രിപ്റ്റ് ചെയ്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അടുത്ത 2 എപ്പിസോഡും കൂടെ നമ്മൾ എഴുതി വെച്ചേക്കുന്നതാണ്, സീൻ ഉൾപ്പെടെ. അപ്പം ഇനി ഇതൊന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതിന്റെ ആ ഒരു കോവിഡിന്റെ ഒരു ചെറിയ പ്രശ്നം ഒന്ന് മാറിയാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ലോക്ക്ഡൌണിന്റെ ഒരു പ്രശ്നം. അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഷൂട്ടിങ് ചെയ്യും. ജൂലൈയോടുകൂടി നമുക്ക് ഞാനിപ്പം ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ ഇനി ലോക്ക്ഡൌണിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാത്രമേ. ലോക്ക്ഡൌൺ പ്രോപ്പർ ആയിട്ടുള്ള സമയത്തേക്ക് മാറിയാൽ നമ്മൾ ഷൂട്ടിംഗ് ഇമ്മീഡിയറ്റ് ആയിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 4-4.5 ദിവസം മതിയാവും നമ്മുടെ എപ്പിസോഡ് പൂർത്തീകരിക്കാൻ. അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാവർക്കും ഇത് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. നൂബിയുടെയും എന്റെയും ക്യാമറാമാന്റെയും എല്ലാവരുടെയും യൂണിറ്റിന്റെ ഫുൾ ആഗ്രഹം. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വെബ് സീരീസിന്റെ അഭിനയ മികവാണെങ്കിലും അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന ക്യാമറ വർക്കാണെങ്കിലും ലൊക്കേഷൻസ് ആണെങ്കിലും ആളുകളെ ഇരുത്തി കാണിക്കുന്ന ഒരു രീതി തന്നെയാണ് ബിനു അത് വർക്കൗട്ട് ചെയ്ത് എടുപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അടുത്ത എപ്പിസോഡ് ഇനി എന്നായിരിക്കും കാണാൻ സാധിക്കുക. ഒരു എന്താ പറയുക, നമ്മൾ ഇനി വീണ്ടും കാണണം എന്നൊരു രീതിയിലേക്ക് എത്തിച്ചാണ് ആദ്യത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചത്. അപ്പോൾ ബിനുവിനെ സംബന്ധിച്ച വെബ് സീരീസിന് പുറമെ മറ്റെന്തൊക്കെ കാര്യങ്ങളിലാണ് ബിനു ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്? ഈ ഒരു സിനിമ മേഖല തന്നെയല്ലേ കൂടുതൽ പ്രാധാന്യം ബിനുവിന്? അതെ അതെ അതെ, സിനിമ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. സിനിമയ്ക്ക് വേണ്ടി 2-3 കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം തുടക്കക്കാരെന്ന നിലയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്യാമറ വർക്കിലായിരുന്നു കൂടുതലും. ഇനി മെയിൻ ആയിട്ട് ഫോട്ടോഗ്രാഫിയാണ് എന്റെ മെയിൻ വർക്ക് എന്ന് പറയുന്നത്. പിന്നെ അഭിനയം ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം പക്ഷെ അഭിനയം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ നന്നാവുന്നതെന്ന് എനിക്ക് തന്നെ തോന്നിയോണ്ടാണ് ഞാൻ അഭിനയത്തിൽ നിന്ന് ഇച്ചിരി മാറി നിന്നിട്ട് ഡയറക്ഷൻ മേഖലയിലേക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ ചെയ്തത്. പിന്നെ അഭിനയം ക്യാമറയും ഇനി കഴിഞ്ഞാല് എനിക്ക് പാട്ട് അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. പിന്നെ കലയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പം ഇപ്പം അറിയാമല്ലോ, കലാകാരന്മാരുടെ കാര്യങ്ങളൊക്കെ വളരെ കഷ്ടത്തിലാണ്. അപ്പം ആ ഒരു വിഭാഗത്തിൽപ്പെട്ട എല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ശരിയാകും എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രമേ നമ്മളുടെ ഒരു വിശ്വാസം വന്ന് ഒരു പ്രൊഡ്യൂസറൊക്കെ നമ്മളെ സമീപിക്കത്തുള്ളൂ. നമ്മളെന്തെങ്കിലും ചെയ്യുമെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണമല്ലോ. അപ്പം അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വെബ് സീരീസ് 2-3 എപ്പിസോഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു പ്രൊഡ്യൂസറെ സമീപിച്ചാൽ അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പം
തീർച്ചയായിട്ടും സബ്ജക്റ്റ് ബിനു, നല്ല നല്ല സബ്ജക്റ്റുകൾ ഇരിപ്പുണ്ട്. ഇപ്പോൾ നേരത്തെ ബിനു പറഞ്ഞതുപോലെ തന്നെ വെബ് സീരീസ് ഒരു തുടക്കം മാത്രമായിട്ട് കണ്ടാൽ മതി. ഇപ്പൊ രണ്ടുപേരും അതെ, സീരിയൽ രംഗവും നൂബിന് ഒരു തുടക്കം മാത്രമായിട്ട് കണ്ടാൽ മതി. ചിലപ്പോൾ ഒറ്റ നിമിഷം കൊണ്ടായിരിക്കും നൂബിനൊരു ബിഗ് സ്ക്രീനിലേക്ക് ഇനി തിളങ്ങി വരാൻ പോകുന്നത്. എന്തായാലും രണ്ടുപേരുടെ ആഗ്രഹം പോലെ വെബ് സീരീസ് ഒരു സക്സസ് ആയി തന്നെ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നൂബിന്റെ ആഗ്രഹം പോലെ ബിഗ് സ്ക്രീനിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും വളരെയധികം നന്ദി, ഇത്രയും നേരം നിങ്ങളുടെ വെബ് സീരീസിനെ കുറിച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചതിന്, ലൊക്കേഷൻ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ഈ ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചതിന് താങ്ക് യു. താങ്ക് യു. ഇടവേളയ്ക്ക് ശേഷം മോർണിംഗ് റിപ്പോർട്ടർ തുടരും.